ഹായ്, അസ്സലാമു അലൈക്കും. വീട്ടിലിരുന്ന് ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കയ്യിൽ വലിയൊരു തുക ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് തുടങ്ങാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ തുടങ്ങാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം, പാക്കിംഗ് എങ്ങനെ ചെയ്യാം, കസ്റ്റമർ എങ്ങനെ കണ്ടെത്താം, പ്രൈസിംഗ് എങ്ങനെ തീരുമാനിക്കാം എന്നൊക്കെ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. ചെറിയൊരു തുകയായാലും അതുകൊണ്ട് തുടങ്ങാനുള്ള നിങ്ങളുടെ തീരുമാനം തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ബിസിനസ്. എന്താണ് ഹാൻഡ് മെയ്ഡ് സോപ്പ്? സോപ്പ് ഉണ്ടാക്കി സ്വന്തം ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ തുടങ്ങേണ്ട ബിസിനസ് അല്ല. ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങാം. 10 സോപ്പ് ഉണ്ടാക്കാം, 20 സോപ്പ് ഉണ്ടാക്കാം. കസ്റ്റമർ റെസ്പോൺസ് നോക്കാം. റെസ്പോൺസ് നല്ലതാണെങ്കിൽ പതുക്കെ ക്വാണ്ടിറ്റി കൂട്ടാം. ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വലിയ പ്രോഫിറ്റ് നോക്കേണ്ടതില്ല. ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. സോപ്പ് ബിസിനസ് വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലീൻനെസ് ആണ്. റോ മെറ്റീരിയൽ വൃത്തിയായി സൂക്ഷിക്കണം. വർക്ക് ഏരിയ ക്ലീൻ ആയിരിക്കണം. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് റോ മെറ്റീരിയലിൽ നിന്നും പ്രത്യേകം സൂക്ഷിക്കണം. പാക്കിംഗ് ചെയ്യുമ്പോൾ ഹൈജീൻ ശ്രദ്ധിക്കണം. നമ്മുടെ ബിസിനസ് ചെറിയതാണെങ്കിലും കസ്റ്റമറിന് പ്രൊഫഷണൽ ഫീൽ കിട്ടണം. അതുകൊണ്ട് വീട്ടിൽ ഒരു ചെറിയ ഭാഗം ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കുന്നത് നല്ലതാണ്. ആദ്യമേ ഒരുപാട് വെറൈറ്റി തുടങ്ങേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 3 വെറൈറ്റി കൊണ്ട് തുടങ്ങാം. ഉദാഹരണത്തിന് നീം സോപ്പ്, അലോവേര സോപ്പ്, പപ്പായ സോപ്പ് എന്നിങ്ങനെ. കസ്റ്റമർ റെസ്പോൺസ് നോക്കി പിന്നീട് കൂടുതൽ വെറൈറ്റീസ് ചേർക്കാം. ഓരോ പ്രൊഡക്റ്റിനും നല്ലൊരു പേര് നൽകുക. ബ്രാൻഡ് നെയിം ഒരേ രീതിയിൽ എല്ലായിടത്തും ഉപയോഗിക്കുക. അങ്ങനെ പതുക്കെ നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാകും. സോപ്പ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ശരിയായി പഠിക്കണം. ഏത് റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത് സോപ്പിൽ എങ്ങനെ ഉപയോഗിക്കണം, എത്ര അളവിൽ ഉപയോഗിക്കണം, ഇതൊക്കെ അറിയണം. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഉടനെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിന് പകരം പ്രോപ്പർ ട്രെയിനിങ് അല്ലെങ്കിൽ റിലയബിൾ ഫോർമുലേഷൻ പഠിച്ച ശേഷം തുടങ്ങുന്നതാണ് സുരക്ഷിതം. കാരണം സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയതിനാൽ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ആദ്യ ബാച്ച് ഉണ്ടാക്കിയ ഉടനെ വലിയ ക്വാണ്ടിറ്റി മാർക്കറ്റ് ചെയ്യരുത്. ആദ്യം ചെറിയ ബാച്ച് ടെസ്റ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടോ, ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ടോ, ടെക്സ്ചർ എങ്ങനെയുണ്ടോ, പാക്കിംഗ് എങ്ങനെയുണ്ടോ, ഇതൊക്കെ നോക്കണം. കസ്റ്റമർ ഫീഡ്ബാക്ക് വാങ്ങുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് ഒരു ബിസിനസ് ഓണർ ചെയ്യേണ്ടത്. നമ്മുടെ സോപ്പിന് ഒരു ബ്രാൻഡ് നെയിം വേണം. ബ്രാൻഡ് നെയിം സിമ്പിൾ ആയിരിക്കണം. ലോഗോ ഉണ്ടാകണം. ഒരു കൺസിസ്റ്റൻ്റ് പാക്കിംഗ് സ്റ്റൈൽ ഉണ്ടാവണം. ഉദാഹരണത്തിന് നമ്മുടെ ബ്രാൻഡ് നെയിം സബ യൂണിറ്റ് ആണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിലും അതേ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. കസ്റ്റമർ ഒരിക്കലും പാക്കിംഗ് കണ്ടാൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതാണ് ബ്രാൻഡിങ്. സോപ്പ് ബിസിനസ്സിൽ പാക്കിംഗ് വളരെ പ്രധാനമാണ്. പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം, അതുപോലെ തന്നെ കാണാനും നല്ലതായിരിക്കണം. സിമ്പിളായ പാക്കിംഗ് ആയാലും നീറ്റായിരിക്കണം. ലേബിൾ ആവശ്യമായ പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ ശരിയായി നൽകണം. വെയിറ്റ്, ഇൻഗ്രീഡിയൻസ്, ബാച്ച് ഡീറ്റെയിൽസ്, മാനുഫാക്ചറിംഗ് ഇൻഫർമേഷൻ തുടങ്ങിയ വിവരങ്ങൾ ആവശ്യം.
കോസ്മെറ്റിക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട റൂൾ, ലൈസൻസിങ്, ലേബൽ റിക്വസ്റ്റ് എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈസ്. ഒരു സോപ്പ് ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽ എത്ര ചിലവായി എന്ന് മാത്രം നോക്കിയാൽ പോരാ. റോ മെറ്റീരിയൽ, പാക്കിംഗ്, ലേബർ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, ഡെലിവറി, മാർക്കറ്റിംഗ് ഇതെല്ലാം കോസ്റ്റിൽ വരും. ഇവയെല്ലാം കൂട്ടിയിട്ട് സോപ്പിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടെത്തണം. അതിനുശേഷം പ്രോഫിറ്റ് മാർജിൻ കൂടി ചേർത്ത് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കണം. മാർക്കറ്റിൽ സിമിലർ പ്രൊഡക്റ്റ് എത്ര പ്രൈസിലാണ് വിൽക്കുന്നത് എന്നും നോക്കണം. കോസ്റ്റ് കണക്കാക്കാതെ പ്രൈസ് ഇടുന്നത് ബിസിനസ്സിൽ വലിയൊരു മിസ്റ്റേക്കാണ്. ഇനി സോപ്പ് ഉണ്ടാക്കി, പക്ഷേ കസ്റ്റമർ എവിടെ? ആദ്യം നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നൈബർ എന്നിവരിൽ നിന്നും തുടങ്ങാം. വാട്സപ്പ് സ്റ്റാറ്റസ് ഉപയോഗിക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി പറയുക. വീട്ടിൽ നിന്നും തുടങ്ങിയ ചെറിയൊരു സംരംഭം എന്ന രീതിയിലുള്ള കണ്ടന്റ് ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കും. വാട്സപ്പ് സ്റ്റാറ്റസ് ചെറിയ ബിസിനസ്സിന് വളരെ യൂസ്ഫുള്ളാണ്. ഒരു ദിവസം പ്രൊഡക്റ്റ് ഫോട്ടോ മാത്രം ഇടാതെ വ്യത്യസ്ത കണ്ടന്റ് ഇടുക. ഒരു ദിവസം പ്രൊഡക്റ്റ് ഫോട്ടോ, മറ്റൊരു ദിവസം പാക്കിംഗ് വീഡിയോ, മറ്റൊരു ദിവസം കസ്റ്റമർ ഫീഡ്ബാക്ക്, മറ്റൊരു ദിവസം നമ്മുടെ ബിസിനസ് സ്റ്റോറി. അങ്ങനെ ആളുകൾ പ്രൊഡക്റ്റ് പരിചയപ്പെടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സോപ്പ് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാ സ്കിൻ രോഗവും മാറ്റും, 100% കെയർ തുടങ്ങിയ മെഡിക്കൽ ക്ലെയിംസ് പറയരുത്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുക. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ യൂട്യൂബിനെ വെറും എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായി മാത്രം കാണേണ്ടതില്ല. നമ്മുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാക്കാം. സോപ്പ് ബിസിനസ് എങ്ങനെ തുടങ്ങി, റോ മെറ്റീരിയൽ എങ്ങനെ വാങ്ങുന്നു, പാക്കിംഗ് എങ്ങനെ ചെയ്യുന്നു, ഓർഡർ എങ്ങനെ പാക്ക് ചെയ്യുന്നു, ഒരു ദിവസം എത്ര ഓർഡർ കിട്ടി, ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. ആളുകൾക്ക് നമ്മുടെ ബിസിനസ് ജേണി കാണാൻ സാധിക്കും. അത് ട്രസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. ബിസിനസ് ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്ക് നമ്മൾ ഒഴിവാക്കണം. ഒന്നാമത്, ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ടാക്കരുത്. രണ്ടാമത്, കോസ്റ്റ് കണക്കാക്കാതെ പ്രൈസ് ഇടരുത്. മൂന്നാമത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. നാലാമത്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഇഗ്നോർ ചെയ്യരുത്. അഞ്ചാമത്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ സെയിൽസ് കുറവായപ്പോൾ ബിസിനസ് ഉപേക്ഷിക്കരുത്. ബിസിനസ് വളരാൻ സമയം വേണം. കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. പലരും ബിസിനസ് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കും, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് ഷോപ്പില്ല, എനിക്ക് ആരുടെയും സപ്പോർട്ടില്ല, എനിക്ക് ബിസിനസ് അറിയില്ല. പക്ഷേ ഓരോ വലിയ ബിസിനസ്സും ഒരു ചെറിയ തുടക്കം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചെറിയ രീതി തുടങ്ങൂ, പഠിക്കൂ, തെറ്റുകൾ വന്നാൽ തീരും. നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതൂ. എൻ്റെ ബ്രാൻഡ് നെയിം ഏതാണ്, എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ്, എൻ്റെ ബഡ്ജറ്റ് എത്രയാണ്, എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആരാണ്. ഈ 4 കാര്യങ്ങൾ എഴുതി തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ചെറിയൊരു തുടക്കം ഒരു ദിവസം വലിയൊരു സംരംഭകരായി മാറാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ബിസിനസ് ഐഡിയാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇന്ന് 10 സോപ്പ്, നാളെ 20 സോപ്പ്, പിന്നെ 50 സോപ്സ്. അങ്ങനെ പതുക്കെ ബിസിനസ് വളർത്താം. ചെറിയ തുടക്കത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. അപ്പോൾ കൂട്ടുകാരെ,
ഇതാണ് വീട്ടിൽ നിന്നും സോപ്പ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ. ആദ്യം പ്രൊഡക്റ്റ് പഠിക്കുക, ക്വാളിറ്റി ശ്രദ്ധിക്കുക, ചെറിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങുക, കോസ്റ്റ് കണക്കാക്കുക, നല്ല പാക്കിംഗ് ചെയ്യുക, കസ്റ്റമർ ഫീഡ്ബാക്ക് വാങ്ങുക, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.